നമ്മൾ യഹോവയുടെ പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 7 പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ, വാരോത്സവം അഥവാ പെന്തക്കോസ്ത് പെരുന്നാൾ, കാഹളധ്വനിയുടെ പെരുന്നാൾ. ഇനി നമ്മുടെ മുമ്പിൽ പാപപരിഹാര ദിവസം, കൂടാര പെരുന്നാൾ എന്നിങ്ങനെ 7 കാര്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇതിൽ ആദ്യത്തെ 3 1-ാം മാസത്തിലും, 4-ാമത്തേത് 3-ാം മാസത്തിലും, ഒടുവിലത്തെ 3 7-ാം മാസത്തിലും. അങ്ങനെയാണ് പെരുന്നാളുകൾ ക്രമീകരിക്കപ്പെട്ടിരുന്നത്. നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. 1-ാം മാസം 3, 4-ാമത്തേത് 3-ാമത്തെ മാസം, ബാക്കിയുള്ള 3 7-ാമത്തെ മാസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മഹാപാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, പ്രായശ്ചിത്ത ദിനം. എല്ലാ ഉത്സവങ്ങളിലും നിന്നും വ്യത്യസ്തമാണ് ഇത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിക്കുകയാണ്. കർത്താവെ, നീ മഹത്വം എടുക്കണം. നിനക്ക് വേണ്ടി ചെലവിടുന്ന സമയം വൃഥാവാകരുതേ. ഇന്ന് ആരെല്ലാം ഇതിൽ സംബന്ധിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. കർത്താവെ, നീ മഹത്വം എടുക്കണം. കൃപയോടെ കേൾക്കണമേ. ആമേൻ. മഹാപാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, പ്രായശ്ചിത്ത ദിനം. ഇത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ദിവസമാണ്. വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. കാഹളധ്വനിയുടെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കാഹളധ്വനിയുടെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കും ഏത്? മഹാപാപപരിഹാര പെരുന്നാൾ, അല്ലെങ്കിൽ മഹാപാപപരിഹാര ദിനം ആരംഭിക്കും. സഭാ കാലയളവ് അവസാനിച്ച ഉടനെ ഇസ്രായേലിന് വരുന്ന അനുതാപ ദിനങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, 3-ാം മാസത്തിനും 7-ാം മാസത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ്, ആ കാലയളവിനെയാണ് നമ്മൾ കൃപായുഗം എന്ന് പറയുന്നത്. ആ കൃപായുഗം കഴിഞ്ഞിട്ട് ഉടനെയാണ്, അഥവാ കാഹളധ്വനിയുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉടനെയാണ് മഹാപാപപരിഹാര ദിവസം. അഥവാ അത് മറ്റ് പെരുന്നാളുകളിൽ നിന്നെല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, മറ്റ് പെരുന്നാളുകളിൽ സന്തോഷമാണെങ്കിൽ ഈ പെരുന്നാളിൽ അനുതാപമാണ്. ഈ പെരുന്നാൾ അനുതാപത്തിന്റെ ദിനമാണ്, സങ്കടത്തിന്റെ ദിനമാണ്, ദുഃഖത്തിന്റെ ദിനമാണ്, ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള വേദനയുടെ ദിനമാണ്. 7-ാം മാസം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഏഥാനീം മാസം. ഈ ഏഥാനീം മാസം 10-ാം തീയതിയാണിത്. ഏഥാനീം മാസം 10-ാം തീയതി അവരുടെ ആത്മതപനത്തിന്റെ ദിവസമാണ്, ദുഃഖത്തിന്റെ ദിവസമാണ്. നമ്മളാരും മരണവീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ചു കളിച്ച് വർത്തമാനം പറയാറില്ല. ഒരുവിധം വിവരം ഉണ്ടെങ്കിൽ ചെയ്യാറില്ല. നമ്മൾ ആ മരണവീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നവരെയെങ്കിലും നമ്മുടെ മുഖത്തൊരു ഒരു 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 ആ ഭാവത്തിനൊരു വ്യത്യാസം കാണും. ചിലർക്കിപ്പോ കല്യാണ വീട് പോലെ തന്നെയാണ് മരണവീടും. അത് ആ മരണവീടിന്റെ ഒരു ദുഃഖം, ആ ദുഃഖത്തെ നമ്മൾ ശരീരത്തിൽ വഹിക്കുകയാണ്. ആ വീടിന്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. എന്നതുപോലെ ഈ 7 പെരുന്നാളുകളിൽ ഒരു ദിവസം, ഒരു പെരുന്നാൾ
ദുഃഖത്തിന്റെ, അനുതാപത്തിന്റെ, സഹതാപത്തിന്റെ എല്ലാം ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇത്. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? സഭായുഗത്തിന്റെ അവസാനം സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള 7 വർഷത്തെ കഠിനമായ പീഡകൾക്കകത്തുകൂടെ കടന്നു പോകുന്ന യഹൂദൻ 7-ാം വർഷം അവസാനം അനുതാപത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ കർത്താവിന്റെ അവരുടെ പിതാക്കന്മാർ കുത്തിയ ആ കുത്തിയവെങ്കിലേക്ക് നോക്കും, പശ്ചാത്താപത്തോടെ നോക്കും, അനുതാപത്തോടെ നോക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു പോയതല്ലോ എന്നോർത്തവർ സഹതപിക്കും. അങ്ങനെ ദുഃഖിക്കുവാനുള്ള, സഹതപിക്കുവാനുള്ള പ്രാവചനികമായ കാഴ്ചപ്പാടിലുള്ള ഒരു പെരുന്നാളാണ് മഹാപാപപരിഹാര പെരുന്നാൾ എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇത് യുഗപരമായി പറഞ്ഞാൽ, പ്രാവചനിക ലൈനിൽ പറഞ്ഞാൽ മഹാപീഡനകാലം 7 വർഷമാണ്. ഞാൻ അതിലേക്ക് ഈ വിഷയത്തെ വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അത് കൂടാതെ പഠിക്കാനുണ്ട്. അപ്പോ ഈ മഹാപീഡന കാലയളവിൽ ഉണ്ടാകുന്ന അന്തിക്രിസ്തുവിൽ നിന്നും സ്വർഗത്തിൽ നിന്നും വരുന്ന പീഡകൾ, ഓരോ കാഹളം ഓതുമ്പോഴും ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും എല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾക്കകത്തുനിന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. എന്താണത്? ഈ അനുഭവിക്കുന്നതെല്ലാം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് അവരുടെ പൂർവ്വപിതാക്കന്മാർ ചോദിച്ചു വാങ്ങിയ വേദനയാണ്, ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണ്. അതാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞ് അന്നാളിൽ ഒലിവുമലയിൽ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് പേരെഴുതപ്പെട്ടവനായി സ്വർഗീയ സൈന്യങ്ങളോടെ ഒലിവുമലയിൽ ഇറങ്ങി വരുമ്പോൾ ഈ കയ്യിലെ മുറിവ് അവർ കാണും. ഈ ചങ്കിൽ മഹാപുരോഹിതൻ, അതെ, പടയാളികൾ ഒരുത്തൻ ചങ്കിൽ വിലാപിന് കുത്തിയ പാട് അവർ കാണും. അന്ന് അവർ വിലപിക്കും, അന്ന് അവർ അതിനെക്കുറിച്ച് വിലപിക്കും. സഖരിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സഖരിയാവ് 12:10 മുതൽ 14 വരെയുള്ള വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും, നിങ്ങൾ എടുക്കണം, പുസ്തകം എടുക്കണം, അധ്യായം എടുക്കണം. നിങ്ങൾ യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിത്തോ താഴ്വരയിൽ ഉള്ള ഹദദ്രിമ്മോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശിമയി കുലവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവുമായി വിലപിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് അന്നാളിൽ സംഭവിക്കുന്നതാണ്. ഈ വിലാപത്തിന്റെ സൂചനയാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്ത്? മഹാപാപപരിഹാര പെരുന്നാൾ. എന്നാൽ ഈ ദിവസത്തിന് എന്താണ് പ്രത്യേകത? ഇത് ഇവരുടെ മഹാപാപപരിഹാര ദിവസം എന്നാണ് അറിയപ്പെടുന്നത്. അത് 23-ാം അധ്യായത്തിന്റെ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ട്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ അത് സൗകര്യം പോലെ എടുത്തു വായിക്കുക.
പക്ഷെ അതിന് പകരം ഞാൻ നിങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മഹാപാപപരിഹാര ദിവസം. അതിന്റെ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരണം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായം, അവിടെ യഹോവയായ ദൈവം അഹ്റോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ ചെന്നിട്ട് മരിച്ചുപോയി. കാരണം അവർ അശുദ്ധിയോടെ വിശുദ്ധമായതിനോട് സമീപിച്ചു എന്നുള്ളതായിരുന്നു. വിശുദ്ധമായതിനോട് അശുദ്ധമായി സമീപിച്ചു. ലേവ്യ പുസ്തകം 10-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. അങ്ങനെ അന്ന് മുതൽ യഹോവയായി ദൈവം അരുളി ചെയ്തു, ഇനി ആണ്ടിൽ ഒരിക്കൽ മതി ഇത്. ആ ഒരു ദിവസം പൂർണ്ണ വിശുദ്ധിയോടെ മഹാപുരോഹിതൻ മാത്രം അതിൽ പ്രവേശിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അധ്യായം തുടങ്ങുന്നത്. കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹറോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിലുള്ള കൃപാസനത്തിന് മുൻപിൽ എല്ലാ സമയവും വരരുത് എന്ന് അവനോട് പറയണം. കൃപാസനത്തിന്റെ മുൻപിൽ എല്ലാ ദിവസവും വരരുത്. കൃപാസനം, പെട്ടകം. ഈ കൃപാസനത്തെക്കുറിച്ചും പെട്ടകത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരണം. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പെട്ടകത്തെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടകം അതൊരു പെട്ടിയാണ്. അത് കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്ന് പൊതിയണം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കാണിക്കുന്നതാണ്. മനുഷ്യത്വത്തെ ദൈവത്വം കൊണ്ട് പൊതിയുന്നു. അങ്ങനെ കതിരമരം മനുഷ്യത്വത്തെയും പൊന്ന് ദൈവത്വത്തെയും കാണിക്കുന്നു. കതിരമരം കൊണ്ടുണ്ടാക്കണം. അതിന്റെ വീതി നീളം 5-ന്റെ പകുതിയാണ് നീളം, 3-ന്റെ പകുതിയാണ് വീതി, 3-ന്റെ പകുതിയാണ് ഉയരം. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞതാ. 5-ന്റെ പകുതിയാണ് നീളം, 3-ന്റെ പകുതിയാണ് വീതിയും ഉയരവും. അപ്പൊ എത്രയായിരിക്കും? 2.5 അടി നീളം, 1.5 അടി വീതിയും ഉയരവും. ഇതാണ് പെട്ടകത്തിന്റെ അളവ്. ആ പെട്ടകത്തെ മൂടുന്ന ഒരു പലകയുണ്ട്. ആ പലകയ്ക്ക് പറയുന്ന പേരാണ് കൃപാസനം. ആ പെട്ടകത്തിന് പറയുന്ന പേരാണ് കൃപാസനം. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോണേ. പെട്ടകത്തെ മൂടുന്ന പലകയാണ് കൃപാസനം. പെട്ടകം അത് കർത്താവായ യേശുക്രിസ്തുവിനെ സദൃശീകരിക്കുന്നതാണ്. പെട്ടകത്തിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം. എന്തൊക്കെയാണ് അതിൽ വെക്കുക? അതിൽ 10 കൽപ്പനകൾ അടങ്ങിയ സാക്ഷ്യ പലക 2 പെട്ടകത്തിനകത്ത് വെക്കണം. ദൈവത്തിന്റെ ന്യായപ്രമാണം യേശു കർത്താവ് ഉള്ളിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇത്. 5 എന്ന് പറയുന്നത് കൃപയുടെ പൂർണ്ണമായ വെളിപ്പാടിനെ കാണിക്കുന്നതും 3 എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പാടിനെ കാണിക്കുന്നതുമാണ്. 5 കൃപയുടെ വെളിപ്പാടിന്റെ പൂർണ്ണത, 3 ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പൂർണ്ണത. ഇവയെ കാണിക്കുന്നതാണ് 5ഉം 3. ഇതുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ പെട്ടകത്തിന്റെ അളവ്. എന്താണ് കൃപാസനം? കൃപാസനത്തെ കുറിച്ച് 25-ന്റെ പുറപ്പാട് പുസ്തകം 25-ന്റെ
17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പുറപ്പാട് പുസ്തകം. സാക്ഷ്യപ്പെട്ടകത്തെ മൂടുന്ന മൂടിയാണ്. ഇതിനകത്ത് മരമില്ല, ഇതിന് ഖദിരമരമില്ല, പൊന്നു മാത്രമേ ഉള്ളൂ. അതിൽ 2 കെരൂബുകളുണ്ട്. മൂലഭാഷയിൽ കൃപാസനത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മൂടുക എന്നാണ്. മൂലഭാഷയിൽ കൃപാസനം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മൂടുക എന്നാണ്. ശരിക്കും സാക്ഷ്യപ്പെട്ടകത്തിന്റെ മൂടിയാണ് കൃപാസനം. ഓക്കെ, അത്ര അവിടെ നിൽക്കട്ടെ. അപ്പോ അതിവിശുദ്ധ സ്ഥലത്ത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്ത് ഒരേ ഒരു ഉപകരണമേ ഉള്ളൂ. അത് സാക്ഷ്യപ്പെട്ടകമാണ്. ആ പെട്ടകത്തിന് ഒരേ ഒരു മൂടിയേ ഉള്ളൂ. അത് കൃപാസനമാണ്. ഇവിടെ ആണ്ടിൽ ഒരിക്കൽ എന്നാണ് ആ ദിവസം? 7-ാം മാസം ആയ ഏതാനീ മാസം 10-ാം തീയതി. ഒന്ന് പറയണം കേട്ടോ. 7-ാം മാസമായ ഏതാനീ മാസം 10-ാം തീയതി മഹാപുരോഹിതൻ വളരെ വിശുദ്ധിയോടെ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് 7 പ്രാവശ്യം യാഗമൃഗത്തിന്റെ രക്തം തളിച്ച് തിരിച്ചു വന്ന് ജനത്തെ അനുഗ്രഹിക്കണം. അതുവരെയും ഈ ജനം കാത്തിരിക്കണം. ഇതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രോസസ്. അന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യപരിപാടി അതാണ്. എന്നാൽ അത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അതിനോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ്? ഈ 16-ാം നമ്മൾ ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മഹാപാപരിഹാര ദിവസം നടക്കുന്ന ഒരു പ്രത്യേക കർമ്മമുണ്ട്. ആ കർമ്മം 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം. ഒരാട്ടിൻകുട്ടിയുടെ മേൽ മഹാപുരോഹിതൻ ഇങ്ങനെ കൈവയ്ക്കും. കൈവച്ച് സകല മനുഷ്യന്റെയും പാപം ഈ ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തും. ഒരാട്ടിൻകുട്ടിയെ യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകും. 2 ആട്ടിൻകുട്ടിയെ എടുക്കും. അതിൽ ഒന്നിന്റെ മീതെ കൈവച്ച് മഹാപുരോഹിതൻ പ്രത്യേകമായ പ്രാർത്ഥന നടത്തി സകലരുടെയും പാപത്തെ അതിൻ്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് വിടും. ഈ മരുഭൂമിയിലേക്ക് വിടുന്നതിനെ അസസ്സേലിന് സമർപ്പിക്കപ്പെട്ട, അസസ്സേലിന് ചീട്ട് വീണ, ഈ 2-ൽ 1-നെ ചീട്ടിട്ടെടുക്കുകയാണ്. ആ അസസ്സേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റൻ, അസസ്സേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റൻ, അതിനെക്കുറിച്ച് പറയുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യത്തിലാണ്. ലേവ്യ പുസ്തകം 16-ന്റെ 8 മുതൽ 10 വരെ. അസസ്സേൽ ആരാണെന്നോ എന്താണെന്നോ വേറൊരു ഭാഗത്തും അതിനെക്കുറിച്ചൊരു വിശദീകരണങ്ങൾ ഒന്നും ഇല്ല. ചിലരിത് പിശാചാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. അതിനെ പിശാചായിട്ട് ചിന്തിക്കരുത്. അത് ശരിയല്ല. അസസ്സേൽ എന്നതിന് ഇംഗ്ലീഷിൽ സ്കേപ്പ് ഗോട്ട് എന്നാണ്. SCAPE, സ്കേപ്പ് ഗോട്ട് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്യന്റെ തെറ്റിനു വേണ്ടി കുറ്റം ചുമത്തപ്പെട്ടവൻ എന്നാണ്. അന്യന്റെ തെറ്റിനു വേണ്ടി കുറ്റം ചുമത്തപ്പെട്ടവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. സർവജനത്തിന്റെയും പാപം ആ ആടിന്റെ മേൽ ചുമത്തിയതിന് ശേഷമാണ് ആ ആടിനെ എന്ത് ചെയ്യുന്നത്? മരുഭൂമിയിലേക്ക് അയക്കുന്നത്. അസസ്സേൽ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം, അസസ്സേൽ എന്നത് ഒരു എബ്രായ പദമാണ്. അസസ്സേൽ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ട കോലാട് എന്നാണ്. അസസ്സേൽ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ട കോലാട് എന്നാണ്. അപ്പൊ മഹാപാപരിഹാര ദിവസത്തിൽ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരുന്ന 2 കോലാട്ടുകൊറ്റന്മാർ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, ഒന്ന്
പാപത്തിന് വേണ്ടിയുള്ള പരിപൂർണമായ പ്രായശ്ചിത്തത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്ന്, പാപത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കൊല്ലപ്പെടുന്ന ആട് ക്രിസ്തു നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടതിനെയാണ് കാണിക്കുന്നത്. കൊല്ലപ്പെടുന്നയാട് നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. മരുഭൂമിയിലേക്ക് അയക്കപ്പെടുന്നയാട് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ മരുഭൂമിയിലേക്ക് വിട്ട ആട് എന്തിനെ കാണിക്കുന്നു? കർത്താവ് നമ്മുടെ പാപത്തെ ഏറ്റെടുത്തതിനെ കാണിക്കുന്നു. യാഗപീഠത്തിലേക്ക് നടത്തപ്പെട്ട ആടെന്തിനെ കാണിക്കുന്നു? കർത്താവ് നമുക്ക് വേണ്ടി യാഗമായതിനെ കാണിക്കുന്നു. യോഹന്നാൻ 1:29 പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇനി വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കണോ? നമ്മൾ എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോ, എബ്രായ ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നിങ്ങൾ കേട്ടോ? അപ്പോ ഇവിടെ ഒരു മഹാപുരോഹിതനെ കാണുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ 3 റോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നു. എന്താണ് 3 റോൾ? ഒന്ന്, അവൻ ജനത്തിന്റെ മുഴുവൻ പാപം ചുമത്തപ്പെട്ട കുഞ്ഞാട്. 2, ജനത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമായ കുഞ്ഞാട്. 3, യാഗം കഴിച്ച കാർമികൻ. അപ്പൊ യാഗത്തിന്റെ പൂർണ്ണത നമ്മുടെ കർത്താവ്. അവൻ യാഗമൃഗമാണ്. അവൻ ഒന്ന്, അവൻ പാപമൃഗമാണ്. 2, അവൻ യാഗമൃഗമാണ്. 3, അവൻ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ കയറി ചെല്ലുന്ന മഹാപുരോഹിതനുമാണ്. പ്രൈസ് ദി ലോർഡ്. ആണ്ടിലൊരിക്കൽ മഹാപരിശുദ്ധ സ്ഥലത്ത് ഒരിക്കൽ മാത്രം പോയി അഹരോന്റെ പിന്തുടർച്ചക്കാരായ പുരോഹിതന്മാർ ആടിന്റെ രക്തം തളിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കർത്താവ് സ്വന്തം രക്തം തളിച്ച് ഇന്നും 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 നമുക്ക് വേണ്ടി അത്യുന്നത സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മഹാപാപപരിഹാര ദിവസം നടക്കുന്നത്. ഈ മക്കളെ, അന്ന് മനുഷ്യന്റെ പാപം ആണ്ടിൽ ഒരിക്കലാണ് തീർന്നിരുന്നതെങ്കിൽ, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് ഏതൊരു പാപിയും അവന്റെ പാപത്തെ ഓർത്ത് കരയുന്ന ആ നിമിഷം പാപമോചനം തരാൻ നമ്മുടെ മഹാപുരോഹിതൻ ഉയരങ്ങളിൽ ജീവിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മഹാപുരോഹിതൻ ഉയരങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ആ മഹാപൗരോഹിത്യ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്ത യാഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവരെ അവൻ മധ്യാകാശത്ത് വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ മധ്യാകാശത്ത് വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് ആ യാഗാർപ്പണം തീരുന്നത്. കർത്താവിന്റെ യാഗം ഭൂമിയിൽ തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കും. ദൈവത്തിന് സ്തുതി.
നമ്മുടെ വിശ്വാസ ജീവിതം ഭൂമിയിൽ തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കും. പഴയ നിയമം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു. പഴയ നിയമകാലത്ത് യാഗത്തെ മുന്നിൽ കൂട്ടി കണ്ട് യാഗം കഴിക്കണമായിരുന്നു. അതിന് പറയുന്ന പേര് 5 യാഗങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ക്രിസ്തു മുതൽ രക്തരഹിത ബലിയാണ്, അഥവാ സ്തോത്ര ബലിയാണുള്ളത്. എനിക്ക് വേണ്ടി ഒരു യാഗമൃഗം അറുക്കപ്പെട്ടല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്യാനുള്ള ബലിയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ന് ഈ വചനം കേട്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്. പഴയ നിയമത്തിലെ ഒരു യാഗമൃഗത്തിന്റെ രക്തത്തിന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കറയില്ലാത്ത, പാപമില്ലാത്ത ആ പുണ്യപ്പെട്ട രക്തത്തിന് നമ്മുടെ പാപത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കും. മഹാപാപപരിഹാര ദിവസം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ദിവസം. ആ ദിവസം എല്ലാവരും എന്ത് ചെയ്യണം? ഉപവസിക്കുകയും വിശ്രമ ദിനമായി ആചരിക്കുകയും വേണം. 7-ാം മാസം 10-ാം തീയതിയാണ് അത് അവർ ആചരിച്ചു വന്നിരുന്നത്. ഈ ദിവസം മാത്രമാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത്. അഹറോന്റെ പുത്രന്മാര് മരിച്ചതിന് ശേഷം ഈ രീതിയിൽ യഹോവയായ ദൈവം അതിനെ ക്രമീകരിക്കുകയായിരുന്നു. അസസ്സേലിന് ചീട്ട് വീണ ആടിനെ, കോലാട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് വിട്ടിട്ട് ഒരു യാഗമൃഗത്തെ കൊണ്ടുപോയി യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് അവിടെ നിന്ന് തീക്കനൽ എടുത്തു കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തിലിട്ട് അതിൽ നിന്ന് സുഗന്ധവർഗം ഉയരുന്നു. ആ സുഗന്ധവർഗം ഉയരുന്ന സമയത്ത് യാഗപീഠത്തിൽ നിന്ന് ശേഖരിച്ച മൃഗത്തിന്റെ രക്തം കൊണ്ടുവന്ന് കൃപാസനത്തിന്മേൽ തളിച്ച് തിരിച്ചു പുറത്തുപോയി പാളയത്തിൽ കാത്തിരിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുമായിരുന്നു. ഇത്രയും സങ്കീർണമായൊരു പ്രോസസ് നമ്മുടെ കർത്താവ് നമുക്കത് എത്രയോ ലഘൂകരിച്ച് തന്നു. ദൈവമക്കളെ, നമുക്ക് യാഗം വേണ്ട, നമുക്ക് മൃഗം വേണ്ട, ചുമട് താങ്ങണ്ട. പക്ഷെ ഒരു കാര്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായിരുന്നു: സ്വർഗം വിശുദ്ധന്മാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. തട്ടുമുട്ട് പറഞ്ഞ്, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ്, ദൈവസന്നിധിയിൽ ദൈവത്തെ കബളിപ്പിച്ചും ദൈവത്തെ പരിഹസിച്ചും ആത്മീയ ജീവിതം മുൻപോട്ട് നയിച്ച് നമ്മളെ ആരെങ്കിലും പിടിച്ച് സ്വർഗത്തിൽ റെക്കമെൻഡ് ചെയ്ത് കയറ്റുമെന്ന് നിങ്ങൾ ധരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലളിതമായ മലയാളത്തിൽ പറയാം, ആ ധാരണ അങ്ങ് മാറ്റിവെച്ചേരെ. ആ പരിപ്പ് ഈ വെള്ളത്തിൽ വേവില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അതിന് കുറുക്കുവഴികളില്ല. എന്നെ സ്വർഗത്തിൽ കയറ്റാൻ ഈ ഡിവൈസിലിരിക്കുന്ന നമ്മൾ ആര് വിചാരിച്ചാലും നടക്കില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും നടക്കില്ല. നിങ്ങളുടെ സ്വർഗത്തിൽ കയറ്റാൻ ഞാൻ വിചാരിച്ചാലും നടക്കൂല. കർത്താവിന്റെ യാഗം, അതിന്റെ നറുമണം നെറുകന്തലയിൽ വീഴണം. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. ഇന്ന് ഭാരതത്തിന്റെ മണ്ണിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ആർക്കും വേണ്ടാത്ത, മാറുമറിക്കാൻ പോലും അർഹതയില്ലാത്ത, വേണ്ടത്ര വസ്ത്രം ധരിക്കാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത, പട്ടിണി പാപങ്ങളുടെ മലിനമായ ശരീരവും തകർന്നു പോയ വീട്ടിനകത്തും രാജാവ് ഇറങ്ങിച്ചെന്ന് അവരുടെ പാപങ്ങളെ മോചിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കാക്കുന്ന ആ മഹാത്ഭുതം ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിൽ നടക്കുകയാണ്. ദൈവമക്കളെ, യേശു കർത്താവിന് മാത്രമേ അത് സാധിക്കൂ. ഇന്ത്യയിലെ ഭരണകൂടങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിലും, ഇന്ത്യയിലെ ഭരണചക്രങ്ങൾക്ക് സുവിശേഷത്തിന്റെ മഹത്വം അറിയില്ല.
അതുകൊണ്ട് അതിനെ എതിർക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഒരു ഫീൽഡിൽ ഒരു സംഭവം നടക്കേണ്ടതായിരുന്നു. ദൈവത്തിന്റെ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് വരവണ്ണം വ്യത്യാസത്തിൽ അവന്റെ കുടുംബം രക്ഷപ്പെട്ടു പോയി. രാജേഷ് സാഹുവും കുടുംബവും അതിൽ പെട്ടുപോകേണ്ടതായിരുന്നു. ഒരല്പം വ്യത്യാസത്തിൽ ആ സുവിശേഷ വിരോധികളുടെ കയ്യിൽ നിന്ന് അവനെ ദൈവം രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർ ഒരുമിച്ച് കൂടിയിരുന്നു ഇവനെ തടയാനായിട്ട്. ദൈവമക്കളെ, ഇന്ത്യയുടെ മണ്ണിൽ ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതത്തെ കർത്താവിന് നേടണമെന്നല്ലാതെ ഭാരതത്തിലുള്ളതിന് എതിരിടുവാനല്ല നമ്മളെ വചനം പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്കിന്ന് ഈ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് കയറി വരുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു വാഞ്ചയേ ഉള്ളൂ. എത്ര പേരുണ്ടോ അത്രയും പേർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധ ഗണമായി തീരണം, വിശുദ്ധ ഗണമായി തീരണം, വിശുദ്ധ ഗണമായി തീരണം. എൻ്റെ പാപങ്ങളെ എൻ്റെ കർത്താവ് എനിക്ക് ക്ഷമിച്ചു തരണം. വേറെ ഒരു എക്സംഷനും ഇല്ല. കാശ് കൊടുത്ത് മയക്കാൻ പറ്റില്ല. നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും കണ്ടുകാഴ്ചകളും ദശാംശവും കൂട്ടിയും കുറച്ചും കൊടുത്തത് കൊണ്ടൊന്നും ഈ പരിപാടി നടക്കില്ല ദൈവമക്കളെ. ക്രൂശിന്റെ മുൻപിൽ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കി ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ ഏതാനും മാസം 10-ാം തീയതി അല്ല, നീ കണ്ണുനീരൊഴുക്കുന്ന ആ നിമിഷത്തിൽ പാപമോചനം തരാൻ നമുക്കൊരു കർത്താവുണ്ട്. പാപമോചനത്തിന്റെ അധികാരം സർവശക്തനായ കർത്താവ് അവന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. നിലവിളിക്കുന്ന ഏത് പാപിക്കും പാപമോചനമുണ്ട്, പാപമോചനമുണ്ട്. അവന് മുഖപക്ഷമില്ല. 5 വൻകരകളിൽ ഏത് കോർണറിൽ നിന്ന് നരഭോജികൾ നരസ്നേഹികളായി മാറിയത് അങ്ങനെയാണ്. കാട്ടുജാതികൾ വിശ്വാസികളായി മാറിയത് അങ്ങനെയാണ്. അവരെല്ലാം കർത്താവ് ഇഷ്ടപ്പെടുന്നു. നമ്മളെയും നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്നു.